വെസ്റ്റ് ഏഷ്യയിലെ സ്ഥിതി പ്രതികൂലമായി തുടരുന്നതിനിടയിലും സ്റ്റോക്ക് മാർക്കറ്റിന് മുന്നിൽ മുന്നേറ്റ സാധ്യതകൾ ഏറെയാണ്. മാർക്കറ്റിൽ അടുത്തിടെയായി കണ്ടുവരുന്ന ഉത്സാഹം സ്റ്റോക്ക് ഇൻഡെക്സുകളെ അധികം വൈകാതെ തന്നെ റെക്കോർഡ് നിലവാരത്തിലേക്ക് നയിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ഉത്സാഹത്തിനും മുന്നേറ്റ പ്രതീക്ഷയ്ക്കും പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെ എന്ന് വിശദീകരിക്കുന്നതാണ് ഫോക്കസ് ഓൺ ഫൈനാൻസിന്റെ ഈ മാർക്കറ്റ് പ്രിവ്യൂ. ഇതിനു പുറമെ ഓഗസ്റ്റ് 3 ആരംഭിച്ച് 7 അവസാനിക്കുന്ന വ്യാപാര വാരത്തിൽ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്ന സപ്പോർട്ട് റേഞ്ച്, റെസിസ്റ്റൻസ് റേഞ്ച് എന്നിവയും വ്യക്തമാക്കുന്നുണ്ട്. വിവിധ കമ്പനികൾ പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്ന തീയതികൾ, ഡിവിഡന്റിന് അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ എന്ന് നിർണ്ണയിക്കുന്നതിന് കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ എന്നിവയും ഈ മാർക്കറ്റ് പ്രിവ്യൂവിന്റെ ഭാഗമാണ്. മാർക്കറ്റിന്റെ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളിലെ 6 ഓഗസ്റ്റ് മാസങ്ങളിലും നിക്ഷേപകർക്ക് നേട്ടമാണുണ്ടായത്. ഇത്തവണയും ചരിത്രം ആവർത്തിക്കും എന്ന് പ്രത്യാശിക്കാം. ഓഗസ്റ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ വലിയ അളവിൽ ഉപഭോഗം നടക്കുന്ന കാലയളവാണ്. ആഘോഷങ്ങളുടെ കാലവുമാണ് അത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ സാഹചര്യം പരിഗണിച്ചുള്ള പോർട്ട്ഫോളിയോ പൊസിഷനിങ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. രാജ്യത്തെ വ്യവസായ ഉൽപാദനം സംബന്ധിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രതീക്ഷ നൽകുന്നതും മാർക്കറ്റിന്റെ മുന്നേറ്റ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മേയിൽ 5.1% മാത്രമായിരുന്ന വ്യവസായ ഉൽപാദനം ജൂണിൽ 7.3% വർദ്ധിച്ചിരിക്കുന്നു. 2024 ജൂലൈക്ക് ശേഷം ആദ്യമാണ് ഇത്ര വേഗത്തിലുള്ള വളർച്ചാ നിരക്ക്. ഉയർന്ന US താരിഫ്, വെസ്റ്റ് ഏഷ്യൻ സംഘർഷം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലും 2025-26 ഇന്ത്യക്ക് കയറ്റുമതി രംഗത്ത് വൻ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതായുള്ള കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ഈ കാലയളവിൽ റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചത്. 86,310 കോടി US കയറ്റുമതി സാധ്യമായി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് ഈ നേട്ടത്തിന് പ്രധാനമായും സഹായകമായത്. കൂടുതൽ രാജ്യങ്ങളുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഏർപ്പെടാനുള്ള ശ്രമം വിജയിക്കുന്നതോടെ എക്സ്പോർട്ട് കുതിച്ചുയരും. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവായ ഒരു ഫാക്ടറായിരിക്കുമെന്നതാണ് നേട്ടം. മാർക്കറ്റിനെ കാത്തിരിക്കുന്നത് മുന്നേറ്റ നാളുകളായിരിക്കും എന്ന് വിശ്വസിക്കാൻ വേറെയും കാരണമുണ്ട്. അത് 200-ലേറെ കമ്പനികൾ അടുത്ത ഏതാനും മാസങ്ങളിലായി IPO മാർക്കറ്റിലേക്ക് എത്തും എന്നതാണ്. ഓഗസ്റ്റിൽ തന്നെ ഏതാണ്ട് 25 കമ്പനികൾ IPO മാർക്കറ്റിൽ എത്തുന്നുണ്ട്. മാർക്കറ്റിലെ ഉയർന്ന പണലഭ്യത, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ വർദ്ധിച്ച പങ്കാളിത്തം, മാർക്കറ്റിന്റെ ഉയരുന്ന നിലവാരം തുടങ്ങിയ കാരണങ്ങളാലാണ് ഇത്രയേറെ കമ്പനികൾ IPO മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നത്. ഓഗസ്റ്റിൽ IPO മാർക്കറ്റിൽ എത്തുന്ന കമ്പനികളിൽ മിൽക്കി മിസ്റ്റ്, വാൾമാർട്ട് ഉടമസ്ഥതയിലുള്ള പേയ്മെന്റ്സ് കമ്പനി ഫോൺപേ, ക്യുക്കമേഴ്സ് കമ്പനിയായ സെപ്റ്റോ എന്നിവയുണ്ട്. ലോജിസ്റ്റിക് സെക്ടറിലെ ഷിപ്പ് റോക്കറ്റ്, ഹൗസിംഗ് ഫൈനാൻസ് രംഗത്തെ ട്രൂ ഹോം ഫൈനാൻസ്, എഡ്ടെക് കമ്പനിയായ എലിവേറ്റ് ക്യാമ്പസസ് എന്നിവയും IPO മാർക്കറ്റിൽ എത്തുന്നവയിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ ഓഗസ്റ്റ് 3 ആരംഭിക്കുന്ന വ്യാപാര വാരത്തിലും അനേകം കമ്പനികളാണ് പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്നത്. ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ഫാർമ, മാരിക്കോ ലിമിറ്റഡ്, ബർജർ പെയിന്റ്സ്, ഭാരതി എയർടെൽ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ടൈറ്റൻ കമ്പനി തുടങ്ങിയ കമ്പനികൾ ഇക്കൂട്ടത്തിൽ പെടുന്നു. കല്യാൺ ജ്വല്ലേഴ്സ്, വണ്ടർല ഹോളിഡേയ്സ്, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്നീ കേരള ബേസ്ഡ് കമ്പനികളും കൂട്ടത്തിലുണ്ട്. പ്രവർത്തന ഫലങ്ങളിൽ പലതും മികച്ചതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച പ്രവർത്തന ഫലങ്ങൾ മാർക്കറ്റിന്റെ മുന്നേറ്റത്തിന് ഗണ്യമായ പ്രേരണയാകും. ഏതാനും നാളുകളായി മാർക്കറ്റിന്റെ മുന്നേറ്റത്തിന് തിരിച്ചടിയായിരുന്നത് IT വ്യവസായ രംഗത്തെ കമ്പനികളുടെ ഓഹരികളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന വില തകർച്ചയായിരുന്നു. ഇപ്പോഴിതാ ആ പ്രവണതയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. ജൂലൈ മാസത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. സെക്ടറൽ ഇൻഡെക്സുകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നിഫ്റ്റി IT ഇൻഡെക്സ് ആയിരുന്നു. 20% നിഫ്റ്റി IT ഇൻഡെക്സിൽ അനുഭവപ്പെട്ട നേട്ടം. ജൂലൈ 2020 ശേഷം ആദ്യമാണ് നിഫ്റ്റി IT ഇൻഡെക്സിന് ഇത്തരത്തിലുള്ള നേട്ടം. പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, HCL ടെക്, LTM എന്നിവയുടെ ഓഹരി വിലയിൽ കഴിഞ്ഞ മാസം ഉണ്ടായ വർധന 20 മുതൽ 25% വരെയായിരുന്നു. TCS, ടെക് മഹീന്ദ്ര, കോഫോർജ്, എംഫസിസ്, ഇൻഫോസിസ് എന്നിവയിലെ നേട്ടം 10 മുതൽ 20% വരെ. IT ഓഹരികളിലെ നേട്ടം തുടർന്നേക്കാമെന്നതും മാർക്കറ്റിന്റെ ആകമാന മുന്നേറ്റത്തിന് കരുത്തേകും. US ഫെഡറൽ റിസർവിന്റെ പലിശ നിർണയ സമിതി യോഗം ജൂലൈ 29 ചേർന്നിരുന്നു.
ഡാലസ്, ക്ലീവ്ലൻഡ്, മിന്നപ്പോളിസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പലിശ വർധന നിർദ്ദേശിച്ചെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം നിലവിലെ നിരക്കുകളിൽ ഒരു മാറ്റവും വേണ്ടെന്നായിരുന്നു. 10 വർഷത്തിനിടയിൽ ആദ്യമാണ് പലിശ നിർണയ സമിതി യോഗത്തിന്റെ ഏകകണ്ഠമായ നിർദ്ദേശം അസാധ്യമായത്. അതെന്തായാലും നിലവിലെ നിരക്ക് തുടരാനുള്ള തീരുമാനം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ആശ്വസിക്കാൻ വക നൽകുന്നതാണ്. ഡോളർ ഔട്ട്ഫ്ലോ കുറയാൻ ഇത് സഹായകമാകും. അതാകട്ടെ രൂപയ്ക്ക് ആശ്വാസമാകുകയും ചെയ്യും. മാർക്കറ്റിൽ അതിന്റെ പ്രതിഫലനവും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ രൂപയുടെ നിലവാരം ഏറെക്കുറെ ഭദ്രമാണെന്ന് പറയാം. ഏതാനും മാസങ്ങളായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ വിൽപ്പനക്കാരായിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അടുത്തിടെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഈ മാറ്റവും മാർക്കറ്റിന്റെ മുന്നേറ്റത്തിന് നല്ല തോതിൽ സഹായകമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂലൈയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പ്രവഹിച്ചത് 300 കോടിയിലേറെ US$. ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയിൽ നിന്നുള്ള ഓഹരികളിലാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയത്. കൺസ്യൂമർ സർവീസസ്, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾസ് രംഗത്തെ കമ്പനികളുടെ ഓഹരികളിലും അവർ താല്പര്യം കാണപ്പെട്ടു. ഇനി ഓഗസ്റ്റ് 3 ആരംഭിച്ച് ഓഗസ്റ്റ് 7 അവസാനിക്കുന്ന വ്യാപാര വാരത്തിലെ സ്റ്റോക്ക് മാർക്കറ്റ് സാധ്യതകൾ നോക്കാം. കടന്നുപോയ ആഴ്ചയുടെ അവസാനം സെൻസെക്സ് ക്ലോസിംഗ് 78,094.64 നിലവാരത്തിലായിരുന്നു. നിഫ്റ്റിയുടെ ക്ലോസിംഗ് നിലവാരം 24,383.60. നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തത് 57,264.85 നിലവാരത്തിൽ. കടന്നുപോയ ആഴ്ചയിൽ നിഫ്റ്റിയിൽ ഉണ്ടായ നേട്ടം 2.5%. 4 മാസത്തിനിടയിൽ ആദ്യമായാണ് നിഫ്റ്റിയിൽ ഇത്ര വലിയ പ്രതിവാര നേട്ടം ഉണ്ടാകുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് റേഞ്ച് 23,950, 24,050 എന്ന നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അനുമാനിക്കുന്ന റെസിസ്റ്റൻസ് റേഞ്ച് 24,650, 24,750. ഓഗസ്റ്റ് 3 ആരംഭിക്കുന്ന വ്യാപാര വാരത്തിൽ പ്രവർത്തന ഫലങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുള്ള കമ്പനികൾ ഇവയാണ്. ഇനി ഡിവിഡന്റിന് അർഹതയുള്ളവരെ നിർണ്ണയിക്കാൻ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ നോക്കാം. മാരുതി സുസുക്കി ഓഹരി ഒന്നിന് 28 രൂപ എന്ന നിരക്കിലാണ് ഡിവിഡന്റ് നൽകുന്നത്. ബോഷ് ലിമിറ്റഡ് ഓഹരി ഒന്നിന് 270 രൂപയും ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ 54 രൂപയുമാണ് ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച പബ്ലിക് ഇഷ്യൂ വിപണിയിലെത്തിയ മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസിന്റെ ഓഹരികൾ ഓഗസ്റ്റ് 5 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് അറിയിപ്പുണ്ട്.